അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KKC മെഡിക്കെയർ വിങ് ഒരുക്കുന്ന രക്തദാനം അറിയേണ്ടതെല്ലാം എന്ന ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് രക്തദാനം, ആർക്കൊക്കെ രക്തദാനം ചെയ്യാം, അതുപോലെ ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, അതുപോലെ രക്തദാനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് രക്തദാനം? രക്തദാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചികിത്സയ്ക്ക് ആവശ്യമായി ഒരാളിൽ നിന്നും രക്തം എടുത്ത് മറ്റൊരാളിലേക്ക് കുത്തിവെക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് രക്തദാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 350 മില്ലിലിറ്റർ മുതൽ 500 മില്ലിലിറ്റർ വരെയാണ് ഒരാളിൽ നിന്നും രക്തം എടുക്കാറുള്ളത്. ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം? 18 വയസ്സ് തികഞ്ഞ് 65 വയസ്സിന് താഴെയുള്ള ഏതൊരാൾക്കും, അത് ആണായാലും പെണ്ണായാലും രക്തം ദാനം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. അതുപോലെ ശരീരഭാരം മിനിമം 45 മുതൽ 50 കിലോ വരെ എങ്കിലും വേണം. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, താപനിലയും നമ്മളുടെ അഥവാ പനി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വളരെ കോൾഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലും ആവാൻ പാടില്ല. അതുപോലെ രക്തസമ്മർദ്ദം നോർമലായിരിക്കണം. ലോ BP ആണെങ്കിലും ഹൈ BP ആണെങ്കിലും രക്തം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അയൺ അഥവാ ഹീമോഗ്ലോബിൻ 12.5 ഗ്രാമിൽ കുറയാൻ പാടില്ല. അതാണ് മിനിമം ലോവർ ലിമിറ്റ്. ഇത് പലപ്പോഴും പെണ്ണുങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്ത്രീകളിൽ യൂഷ്വലി ഈ ഒരു അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് പൊതുവെ നമ്മളെ രാജ്യത്ത് അഥവാ ഇന്ത്യൻസിന് ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് പ്രത്യേകം ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 12.5 അത് 12.5 കൂടുതലാണെങ്കിൽ മാത്രമേ രക്തം കൊടുക്കാൻ പോകാൻ പാടുള്ളൂ. അതുപോലെ പുരുഷൻ ഓരോ 3 മാസവും അതുപോലെ സ്ത്രീക്ക് ഓരോ 4 മാസവും കൂടുന്തോറും രക്തം ദാനം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. GCC രാജ്യത്ത്, പ്രത്യേകിച്ചും നമ്മുടെ കുവൈത്ത് പോലെയുള്ള ഈ GCC രാജ്യത്ത് ഒരു നിയമമുണ്ട്. ഈ മലേറിയ അതുപോലെ ഫൈലേറിയ എൻഡമിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരാൾക്ക് 6 മാസമെങ്കിലും രക്തം കൊടുക്കുന്നതിനുള്ളൊരു വിലക്ക് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഒരു ബ്ലഡിലൂടെ പകർന്ന ചില രോഗാണുക്കൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നിയമമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ആർക്കൊക്കെ രക്തം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. HIV നമുക്കറിയാം, ഒരുതരം വൈറൽ ഇൻഫെക്ഷനാണ്. എയ്ഡ്സ് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന രോഗമാണ് HIV. അതുപോലെ മഞ്ഞപ്പിത്തം, മലേറിയ, അതുപോലെ രക്തത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങൾ ഏതായാലും അവർക്ക് രക്തം കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട്. അതുപോലെ പ്രസൻ്റ്ലി പനിയുള്ള രോഗിയാണെങ്കിൽ, അതുപോലെ ജലദോഷം, തുമ്മൽ, ഇത് വൈറൽ പനി, വൈറൽ ജലദോഷമാണ് ഉദ്ദേശിക്കുന്നത്, അലർജി കൊണ്ടുള്ളതല്ല. അതുപോലെ വയറിന് അസുഖം ഉദ്ദേശിക്കുന്നത് ഡയേറിയ, അതുപോലെ തന്നെ വയറിന് വേറെ എന്തെങ്കിലും ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, അതുപോലെ അണുബാധ, ന്യൂമോണിയ പോലുള്ള അണുബാധ, അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹവും അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഹൈ ലെവലിൽ ഷുഗറുള്ള ആൾക്കാർ, മാനസികമായുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ, അതുപോലെ ICUയിൽ അഡ്മിറ്റായുള്ള രോഗികൾ, തളർന്നു കിടക്കുന്ന ആൾക്കാർ, വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇതും കൂടെ ഈ ഗണത്തിൽ ഇവർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട്. അതുപോലെ സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ സമയത്തും അവർ ഗർഭമുള്ള സമയത്തും അവർ മുലയൂട്ടുന്ന കാലത്തും അവർക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട്. അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞ് മിനിമം ഒരു 4 ആഴ്ചത്തേക്കാണ് യൂഷ്വലി പറയാറ്. 4 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ലൈവ് വൈറൽ വാക്സിൻസ് ആണെങ്കിൽ അവരുടെ ആ ബ്ലഡിൽ ആ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയും അത് ബ്ലഡ് കൊടുക്കുന്ന ആളിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ആ ഒരു 4 ആഴ്ച ബ്ലഡ് കൊടുക്കുന്നതിന് ഒരു വിലക്കുണ്ട്. അതുപോലെ മദ്യപാനികൾക്ക് കൊടുക്കുന്നതിൽ വിലക്കില്ല, പക്ഷേ മദ്യപിച്ച് 24 മണിക്കൂറിനുള്ളിൽ രക്തം കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട്. അവസാനമായിട്ട് രക്തദാനം കൊടുക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണുള്ളത്?
പലതരം ഗുണങ്ങൾ രക്തം കൊടുക്കുന്നതിനുണ്ട്. നമ്മുടെ ശരീരം മൊത്തമായിട്ടൊരു ക്ലീനിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്കിതിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു, നമ്മളെ ലിവറിനെ ശുദ്ധീകരിക്കുന്നു. അതിന് പുറമെ മാനസികമായിട്ടും അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു. അതുപോലെ ഈവൻ നമ്മളെ തടി കുറയ്ക്കാൻ അത് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും കേൾക്കുക, എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇതൊരു വളരെ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മൾ ദീനീപരമായിട്ടും മറ്റുള്ള ഒരാളെ സഹായിക്കുന്നതിനുള്ള എല്ലാ പ്രതിഫലവും നമുക്കതുകൊണ്ട് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നമ്മളുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.